ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. അപ്പോൾ ഇന്ന് നമ്മൾ SCERT പാഠപുസ്തകത്തിൽ നിന്നും നമ്മുടെ പരീക്ഷയ്ക്ക് അതുപോലെ എടുത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ആദ്യത്തേത് തന്നെ ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രസ്താവനയാണ്. നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംഖ്യാരേഖയിൽ 3, -5 എന്നീ സംഖ്യകളെ സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള അകലം 8 എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇവയുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 1 എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം സംഖ്യാരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ 0, ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് പോകുന്നു, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് പോകുന്നതാണ് എന്ത് സംഖ്യാരേഖ എന്ന് പറയുന്നത്. ഈ സംഖ്യാരേഖയിൽ 3 മുതൽ, അതായത് +3 മുതൽ -5 വരെയുള്ള അകലം, ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആ ഡിസ്റ്റൻസ് കാണാൻ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 -5 തന്നാൽ മതി. ആ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 3 -5 എത്രയാണ് നമുക്ക് വരിക? 3 മൈനസും കൂടെ ചെയ്യുമ്പോൾ +5 ആവും. 3 + 5 നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയല്ലേ? അതായത് ആ ബിന്ദുക്കൾ 3ഉം -5ഉം, ആ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്താണ്? 8 തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് എന്താന്ന് പറയാം? ശരിയാണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് കടക്കാം. ഇവയുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഖ്യാരേഖയിലെ 2 സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ മിഡിൽ ആയിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ആ മധ്യബിന്ദു കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മധ്യബിന്ദു എന്ന് പറയുന്നത് എന്താ? ഈ 2 സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് 3 + -5/2 ആയിരിക്കും മധ്യബിന്ദു വരുന്നത്. 3 + -5 എന്ന് പറയുമ്പോൾ നമുക്ക് 5ൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പോൾ എത്ര വരുന്നത്? -2 ആണ് വരുന്നത് അല്ലേ. -5 എന്താണ്? -5ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് -2 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര വരുന്നത്? -1 എന്നാണ് വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് സംഖ്യ 1 എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നമുക്ക് മധ്യബിന്ദുവായിട്ട് കിട്ടുന്നത് -1 അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏത് ഓപ്ഷനാണ് ശരി ഉത്തരം വരുന്നത്? 1 ശരി, 2 തെറ്റ്. രണ്ടാമത്തേത് 1ഉം 2ഉം ശരി എന്നാണ്. മൂന്നാമത്തേത് 2 ശരി, 1 തെറ്റ് എന്നാണ്. ഡി ഓപ്ഷൻ 1ഉം 2ഉം തെറ്റെന്നാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമായിട്ടാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ A ആണ്. 1 ശരി, 2 തെറ്റ്. ക്ലിയർ ആയല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കിനി നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ തന്നിരിക്കുന്നവയിൽ P(1) = 1ഉം P(2) = 5ഉമാണ്. P(1) 1ഉം P(2) 5ഉമാണ് ആയ ഒന്നാം കൃതി ബഹുപദം ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബഹുപദം എന്ന് വെച്ചാൽ? പോളിനോമിയൽ. ഒന്നാം കൃതി ബഹുപദം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ P(1) എന്ന് പറയുന്നതിന്റെ വാല്യൂ 1ഉം P(2) വാല്യൂ 5ഉമായിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. 3x + 4, 3x - 5, 4x - 3, 4x + 3. ഇത്രയുമാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഒന്നാം കൃതി ബഹുപദത്തെ നമ്മൾ എഴുതുന്നത്. ഒന്നാം കൃതി ബഹുപദത്തിന്റെ ഫോം എന്ന് പറയുന്നത് AX + B എന്നായിരിക്കും. എന്താണ്? AX + B. അതിലെ എയും ബിയും സംഖ്യകളും. എക്സ് എന്തായിരിക്കും? എക്സ് നമ്മൾ P(1) = 1 എന്ന് പറഞ്ഞാൽ എക്സിൽ നമ്മൾ ആ 1 ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? P(x) = AX + B എന്നുള്ളതാണ് ഒരു ഒന്നാം കൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? P(1) = 1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ P(1) നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്?
പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ നോക്കിക്കേ, ഈ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 1 മാറുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ എ എക്സ് പ്ലസ് ബിയില് എക്സിന് 1 കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പി ഓഫ് 1 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് എ ഇൻറ്റു 1 പ്ലസ് ബി ആയിരിക്കും എന്ത് വരുന്നത്, 1 വരുന്നത്. പി ഓഫ് 1 ഫൈൻഡ് ഔട്ട് ചെയ്തു, എ ഇൻറ്റു 1 പ്ലസ് ബി എന്ന്. ഓക്കെ, ഇനി പി ഓഫ് 2 എന്ന് പറയുന്നത് 5 ആണെന്ന് പറയേണ്ടത് അല്ലെ, പി ഓഫ് 2. അപ്പൊ ഇതേ രീതിയിൽ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 2 കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും, എ ഇൻറ്റു 2 പ്ലസ് ബി സമം 5 എന്ന് എഴുതാം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് നമ്മളൊരു 1-ാം കൃതി ബഹുപദം എടുക്കുന്നത്. എന്നിട്ട് പി ഓഫ് 1 സമം 1 ആണെങ്കിൽ ആ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അടുത്തതിൽ പി ഓഫ് 2 സമം 5 എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ 2 ഇക്വേഷൻ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതിയാൽ എ പ്ലസ് ബി സമം 1 എന്ന് എഴുതാം. 1 ഇൻറ്റു എ തന്നെയാണ് അല്ലെ. ഇതിനെ നമുക്ക് 2a പ്ലസ് ബി സമം 5 എന്ന് എഴുതാം. ഇനി ഈ 2 ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ 1-ാം കൃതി ബഹുപദം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ട് 2a പ്ലസ് ബി സമം 5ഉം എ പ്ലസ് ബി സമം 1 എന്നാണ് ഉള്ളത് അല്ലെ. ഇവിടെ എന്ത് ചെയ്യാണ്, ഈ 2 ഇക്വേഷനെ ഒന്ന് നമ്മൾ മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്താൽ എന്താ വരിക നോക്കൂ, 2a മൈനസ് എ. 2aയിൽ നിന്ന് ഒരു എ പോയാൽ നമുക്ക് എന്താ കിട്ടുക, എ ആണ് കിട്ടുക. അടുത്തത് ബി മൈനസ് ബി എന്തായിരിക്കും വരിക, 0 ആണ് വരിക. അടുത്തത് 5 മൈനസ് 1 എന്താ വരിക, 4 ആണ് വരിക അല്ലേ. അപ്പൊ നമുക്കിപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി, എ സമം 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ വേണം, ബിയും കൂടെ വേണം. ആ ബി കാണാനായിട്ട് നമുക്ക് ഈ എ പ്ലസ് ബി സമം 1 എന്നറിയാലോ. അതിനകത്ത് നമുക്ക് ഇപ്പം കിട്ടിയ 4 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 4 പ്ലസ് ബി സമം 1 ആണ്. അപ്പോൾ ബി എന്തായിരിക്കും, 1 മൈനസ് 4 ആയിരിക്കില്ലേ. അതായത് -3 ആയിരിക്കും എന്ത് വരുന്നത്, ബി വരുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ആദ്യം എടുത്ത ഈ പി ഓഫ് എക്സിനകത്ത് എക്കും ബിക്കും ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ, എ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4 ആണ്, ബി ആണെങ്കിൽ എത്രയാ, -3 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, എ 4x എ എക്സ് എന്ന് പറയുമ്പോൾ 4x പ്ലസ് ബി ആണ്. ഇവിടെ ബി ആയിട്ട് നമുക്ക് കിട്ടിയത് -3 ആണ് അല്ലെ. 4x -3 ആയിരിക്കും ആ 1-ാം കൃതി ബഹുപദം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിൽ എവിടെയാ, അതാ ഓപ്ഷൻ സി ആണ്. 4x -3 ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ, പോളിനോമിയൽ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2ാമത്തെ ചോദ്യം. ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ പരപ്പളവും പാദപരപ്പളവും തുല്യമാണ്. അതിന്റെ ഉയരം 12 സെന്റിമീറ്റർ ആണ് എങ്കിൽ ആരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 12 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 18 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 24 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 36 സെന്റിമീറ്റർ. ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ, സിലിണ്ടർ ആണ് അല്ലെ. വൃത്തസ്തംഭം എന്ന് പറയുമ്പോൾ സിലിണ്ടർ ആണ്. അപ്പം നമ്മൾക്കൊരു സിലിണ്ടർ അല്ലെ, സിലിണ്ടറിന്റെ ആകൃതി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മുകളിലും താഴെയും 2 വൃത്തങ്ങൾ വരും അല്ലെ, മുകളിലും താഴെയും 2 വൃത്തങ്ങൾ വരും. ഈ ഒരു രൂപമാണ് സിലിണ്ടറിനുള്ളത്. വൃത്തസ്തംഭം എന്നാണ് നമ്മൾ മലയാളത്തിൽ സിലിണ്ടറിനെ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇനി ഇതിന്റെ വക്രമുഖം ഏതാണ്, ഇതിന്റെ വക്രമുഖം ആ സൈഡിലുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, വക്രമുഖം എന്ന് പറയാ. ആ വക്രമുഖത്തിന്റെ പരപ്പളവും പാദപരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാദമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെ, എന്താണ്, സർക്കിളാണ്, വൃത്തമാണ്. ആ പാദപരപ്പളവ് എന്താണ്, തുല്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിന്റെ റേഡിയസ്, ആരം, അതായത് ഇവിടുന്ന് ഇത്രയുമുള്ള ആ ഒരു ദൂരം, റേഡിയസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ വിസ്തീർണം എങ്ങനെയാ കണ്ടുപിടിക്കുക, അതിന്റെ ഫോർമുല എന്താണെന്ന് അറിയണ്ടേ. ഏതൊരു സ്തംഭം എടുത്താലും അതായത് അതിൻ്റെ പാദത്തിൻ്റെ ചുറ്റളവ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു പാർശ്വമുഖം അല്ലെങ്കിൽ വക്രതല വിസ്തീർണം എന്ന് പറയുന്നത്. വക്രമുഖ വിസ്തീർണം, ആ സൈഡിലുള്ള വിസ്തീർണം എന്ന് പറയുന്നത് പാദത്തിൻ്റെ പരപ്പളവ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഓർത്ത് വെക്കണേ, പാദപരപ്പളവ് ഇൻറ്റു ഹൈറ്റ് ആണ് വക്രമുഖ വിസ്തീർണം. അപ്പോൾ ഇവിടെ പാദത്തിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് കേട്ടോ, പാദത്തിന്റെ ചുറ്റളവ് ഇൻറ്റു ഹൈറ്റ്. പാദം ഇവിടെ നമുക്ക് ഏത് ഫിഗറാണ് വരുന്നത്, വൃത്തമാണ് വരുന്നത്, സർക്കിളാണ് വരുന്നത് അല്ലെ. അപ്പൊ സർക്കിളിന്റെ ചുറ്റളവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, 2πr ആണ്. അപ്പോൾ 2πr ഇൻറ്റു ഹൈറ്റ് 2πrh ആണ് വൃത്തസ്തംഭത്തിന്റെ എന്ത് വരുന്നത്, നമ്മുടെ വക്രമുഖ പരപ്പളവ് വരുന്നത് അല്ലെ. പാദപരപ്പളവ് എന്തായിരിക്കും, പാദം വൃത്തമാണ്, വൃത്തത്തിന്റെ പരപ്പളവ്
πr² കൂടെയാണ്. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും തുല്യമാണെന്ന് പറയുന്നില്ലേ? അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പാദപരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് എടുക്കേണ്ടത്? πr² ആണ് അല്ലെ. πr² സമം വക്രമുഖ പരപ്പളവ്. വക്രമുഖ പരപ്പളവ് എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. അതായത് ബേസ് എന്താണോ, പാദം എന്താണോ, പാദത്തിന്റെ ചുറ്റളവ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. പാദത്തിന്റെ ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണ്? 2πr ആണ്. 2πr ഇൻറ്റു h ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ വിസ്തീർണം കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്ന് ഒന്ന് കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പൈനെ കട്ട് ചെയ്യാം, അതുപോലെ ഒരു ആറ് ഇപ്പുറത്തൊന്നും പോവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് r സമം 2h ആണ് അല്ലെ. r സമം 2h, അതായത് റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം ഹൈറ്റ് ആണ്. ഇവിടെ നോക്കൂ, ഉയരം 12 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഉയരം 12 സെന്റിമീറ്റർ ആണെന്ന് തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2 ഗുണിക്കണം 12 24 സെന്റിമീറ്റർ ആണ് നമുക്കിതിന്റെ റേഡിയസ് എന്ന് പറയാനായിട്ട് പറ്റും, ആരം എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഇവിടെ എന്ത് വരുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ പരപ്പളവ് ഓർത്തു വെക്കണേ. 2πrh ആണ്. വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് πr² ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ABC ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നിങ്ങൾക്ക് കാണാം. ABC ഒരു സമഭുജ ത്രികോണമാണ്. O ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രമാണ്. ത്രികോണം വൃത്തത്തെ 3 ചാപങ്ങളായിട്ട് മുറിക്കുന്നു. ഒരു ചാപത്തിന്റെ നീളം 10 π സെന്റിമീറ്റർ ആണ്. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വലിയ ചോദ്യമാണ്. ഓപ്ഷൻ എ 50 π, ഓപ്ഷൻ ബി 15 π, ഓപ്ഷൻ സി 75 π, ഓപ്ഷൻ ഡി 85 π സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയുമാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രം നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ചിത്രത്തിനകത്ത് അവർ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ABC എന്ന് പറയുന്നത് ഒരു സമഭുജ ത്രികോണമാണ്. എന്താണ് സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ? വശങ്ങളെല്ലാം തന്നെ തുല്യമായിട്ടുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അവർ പറയുന്ന കാര്യം, ആ ഒരു O എന്ന് പറയുന്നത് പരിവൃത്ത കേന്ദ്രമാണ്. എന്താണ് പരിവൃത്ത കേന്ദ്രം എന്ന് വെച്ചാൽ? ഒരു ത്രികോണത്തിന്റെ 3 മൂലയെയും ജോയിൻ ചെയ്ത് ത്രികോണത്തിന്റെ പുറത്ത് വരയ്ക്കുന്ന വൃത്തത്തെയാണ് നമ്മൾ എന്ത് പറയാ? പരിവൃത്തം എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു പരിവൃത്ത കേന്ദ്രമാണ് എന്ത്? ഈ നമ്മുടെ O എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ ഒരു ലൈൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 ഭാഗം, അതായത് ABO അതുപോലെ BOC AOC എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ ഏരിയ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് ഈ ത്രികോണം വൃത്തത്തെ 3 ചാപങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പൊ ഇതേ ചാപം എന്ന് പറഞ്ഞത് ഈ BC എന്ന് പറയുന്നത് ഒരു ചാപം, അതുപോലെ AC എന്ന് പറയുന്നത് മറ്റൊരു ചാപം, AB എന്ന് പറയുന്നത് മറ്റൊരു ചാപം. ഇങ്ങനെ 3 ചാപങ്ങളായിട്ട് അല്ലെ മുറിക്കുന്നുണ്ട്. ഈ 3 ചാപങ്ങളും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കില്ലേ? കാരണം എന്താ? ത്രികോണം ABC എന്താണ്? ഒരു സമഭുജ ത്രികോണമാണ്. അപ്പൊ ഇവിടെ പറയുന്നു ഒരു ചാപത്തിന്റെ നീളം 10 π ആണെന്ന്. ഒരു ചാപത്തിന്റെ നീളം 10 π ആണെങ്കിൽ ഈ എല്ലാ ചാപത്തിന്റെ നീളവും എന്ത് തന്നെയായിരിക്കും? 10 π തന്നെയായിരിക്കും. ക്ലിയർ ആയോ? ഒരു ചാപത്തിന്റെ 10 π ആണെങ്കിൽ 3 ചാപങ്ങളും എന്താണ്? തുല്യമാണ്. ഒരു ചാപത്തിന് 10 π ആണെങ്കിൽ മറ്റു 2 എണ്ണത്തിനും എത്രയായിരിക്കും? 10 π തന്നെ ആയിരിക്കും. ഇനി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ എത്രയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 360 ഡിഗ്രിയാണ് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺ എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള ഈ ഒരു കോൺ എത്രയായിരിക്കും? ഈ 360നെ 3 കൊണ്ട് ഹരിക്കുന്നതല്ലേ. അതായത് നമുക്ക് എത്രയാ കിട്ടുക? 360 ഹരിക്കണം 3. 360 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രിയാണ് ഈ ഒരു ഭാഗത്ത് മാത്രം. അതായത് ഓരോ നമ്മൾ ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കോൺ അല്ലെ, ഇത് ഇവിടെ വരുന്ന കോണ് 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എല്ലായിടത്തും വരുന്ന കോൺ, അതായത് BOCയും AOBയും എല്ലാം തന്നെ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. 3 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇനി നമുക്ക് ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ, ആ ഒരു വൃത്തത്തിന്റെ
മുഴുവൻ ഏരിയയുടെ ബൈ 3 അല്ലേ? നോക്കി നോക്കൂ, ആ ഒരു ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ സർക്കിളിനെ അല്ലെ, ഈ സർക്കിളിനെ ഇങ്ങനെയുള്ള ഈ ഒരു 3 ലൈൻസ് കൃത്യമായിട്ടുള്ള 3 ഭാഗങ്ങളായിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അതിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, കാണാമല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സർക്കിളിൻ്റെ ഏരിയ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടിട്ട് ബൈ 3 ചെയ്താൽ മതി. വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, πr² / 3 ആണ്. അപ്പം നമുക്ക് അവിടെ ഒരു ആറിൻ്റെ ആവശ്യമുണ്ട്, അതായത് ആരത്തിൻ്റെ ആവശ്യമുണ്ട്. ആരം എങ്ങനെ നമുക്ക് കിട്ടും? അതിനാണ് അവരെന്ത് തന്നിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു ആർക്ക് ലെങ്ത് അല്ലെ, ചാപത്തിൻ്റെ നീളം 10 π എന്ന് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം എഴുതാം, ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 2πr ആണ് അല്ലെ, 2πr ആണ്. അതാണ് ഈ 3, അതായത് 10 π 3 തവണ എടുക്കുന്നതല്ലേ ചുറ്റളവ് എന്ന് പറയുന്നത്, 10 π അല്ലെ. അതായത് 2πr = 30 π ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ചുറ്റളവ് എന്ന് പറയുന്നത് 30 π ആണ്. അപ്പൊ ഇവിടുന്ന് ഈ പൈനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ r = 30/2 15 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. റേഡിയസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ആ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അപ്പോൾ πr² ബൈ 3 ചെയ്യാം. അപ്പം നമുക്ക് π × 15 × 15 ബൈ 3 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 × 15 നമുക്ക് എത്ര വരാ? 75 π cm² ആയിരിക്കും ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ. ക്ലിയർ അല്ലേ? അപ്പോൾ ചിത്രം മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ സി ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? 4ാമത്തെ ചോദ്യം. അപ്പം നമുക്കിനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താ ചോദിച്ചിട്ടുള്ളതെന്ന്. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം, ഇതിവിടെ ഇല്ല, 1,4 ആണ്. വൃത്തകേന്ദ്രം 3,-4 എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തെ സൂചക സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൂചക സംഖ്യകൾ ഓപ്ഷൻ എ 4 1, 3 4, 5 -12, 12 -5 ഇത്രയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൃത്തം വരച്ചു നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഈ വൃത്തത്തിന്റെ വ്യാസം എന്താണ്? വൃത്തത്തിന്റെ വ്യാസം വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന അല്ലെ, വൃത്തത്തിൽ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരിക്കും എന്താ ആ വൃത്തത്തിന്റെ വ്യാസം അല്ലെ. ഇനി അവരിവിടെ പറയുന്നത് ഇതിന്റെ വൃത്തകേന്ദ്രം, അതായത് ഈ കേന്ദ്രം എന്ന് പറയുന്നത് 3,-4 ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരറ്റം അല്ലെ, ഈ ഒരു അറ്റം തന്നിട്ടുണ്ട്, ആ ഒരു അറ്റം 1,4 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റേ അറ്റം, അതായത് ഈ ഭാഗത്തുള്ള ഈ ഒരു അറ്റത്ത് വരുന്ന സൂചക സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇതുപോലത്തെ ചോദ്യം വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഇവിടുത്തെ സൂചക സംഖ്യകൾ x1 y1 എന്നും ഇവിടുത്തെ സൂചക സംഖ്യകൾ x2 y2 എന്നും എടുത്താൽ ഈ ഒരു മിഡ് പോയിന്റ് അല്ലെങ്കിൽ ആ മിഡിൽ വരുന്ന മധ്യത്തിൽ വരുന്ന സൂചക സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? x1 + x2/2, y1 + y2/2 ആയിരിക്കും ആ സെൻട്രൽ മോസ്റ്റ് വരുന്ന ആ ഒരു സൂചക സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ സെൻട്രലിലുള്ള കാര്യം തന്നിട്ടുണ്ട്, ഒരറ്റത്തുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന കാര്യത്തെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ നമ്മൾ x, y ആയിട്ട് എടുത്താൽ, ഇവിടെയുള്ള വാല്യൂ x, y ആയിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് 3 എന്ന് പറയുന്നത് ഈ മധ്യബിന്ദു അല്ലെ, 3 x + 1/2 എന്ന് എഴുതിക്കൂടെ? 3 x + 1/2, അതായത് ഈ ഒരു കോർഡിനേറ്റ് പോയിന്റ് പ്ലസ് ഇത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് ഇത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു x1 + x2/2 ചെയ്യുമ്പോഴാണ് ഇവിടെ ഒന്നാമത്തെ ആള് കിട്ടുന്നത്. അതേപോലെ x + 1/2 ആണ് എന്ത് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് x + 1 = 6 എന്ന് കിട്ടും. x = 6 - 1 5 എന്ന് കിട്ടും.
അതേപോലെ നമ്മുടെ y കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കാണുക? ഇപ്പം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. അതായത് ഇവിടുത്തെ -4 എന്ന് പറയുന്നത് y+4/2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് y+4 സമം -8 എന്ന് കൊടുക്കാം അല്ലേ? ഓക്കെ, y+4 സമം -8 എന്ന് കൊടുക്കാം. y സമം -8 -4 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് -12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ ഒരു നമുക്കറിയാത്ത നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ കോർഡിനേറ്റ് എന്തായിരുന്നു? x 5ഉം y -12 ആണ് അല്ലേ? 5, -12. അത് നമ്മുടെ ഓപ്ഷനിൽ എവിടെയാ? അതെ, ഓപ്ഷൻ സി ആണ്, 5, -12. ഇതായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുള്ള ആ ഒരു വ്യാസത്തിന്റെ മറ്റേ അറ്റത്തെ സൂചക സംഖ്യ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവിടെ ചിത്രത്തിൽ ഒരു ലംബകത്തിന്റെ വികർണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നു. മഞ്ഞ ത്രികോണത്തിന്റെ പരപ്പളവ് 10 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് 20 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലംബകം, ഇത് നമുക്ക് 9ാം ക്ലാസ്സിലെ ഏരിയ എന്ന് പറയുന്ന ലെസണിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നമുക്ക് ഈ ഒരു ചിത്രത്തിന് ഇവിടെ ഒരു പേര് നൽകി കഴിഞ്ഞാൽ ഇതിന് എ, ബി, സി, ഡി എന്ന് കൊടുത്താൽ എ ബിയും സി ഡിയും ഇവിടെ എന്താണ്? സമാന്തര വരകളാണ്. ഈ ലംബകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം, എ ബിയും സി ഡിയും എന്താണ്? സമാന്തര വരകളാണ്. ഇങ്ങനെ സമാന്തര വരകളിലാണ് നിങ്ങളുടെ ലംബകം കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് പഠിച്ചു വെച്ചോളൂ. അതായത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയ തുല്യമായിരിക്കും. ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയ തുല്യമായിരിക്കും. ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കാണേണ്ടി വരിക. ഇവിടെ നമുക്ക് 2 എണ്ണവും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുല്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ 10 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കുമല്ലോ. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ വരുന്ന, കണ്ടോ, ഈ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിൽ വരുന്ന ഈ 2 ത്രികോണത്തിൻ്റെയും പരപ്പളവുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഒന്ന് 10 ആണെങ്കിൽ മറ്റേത് എന്താണ്? 10 തന്നെ ആയിരിക്കും. ഇത് 1ാമത്തെ പോയിന്റ് പഠിച്ചു വെക്കേണ്ടതാണ്. അതായത് നമുക്കിങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ത്രികോണം, ഇവിടെ ഇപ്പോൾ ഒ ആണെങ്കിൽ AOC സമം ഏരിയ ഓഫ് ട്രയാങ്കിൾ BOD. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC എന്ന് പറയുന്നത് മറ്റേ ഏരിയ ഓഫ് ട്രയാങ്കിൾ BODക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് 1ാമത്തെ കാര്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി 2ാമത്തെ കാര്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ ഹരിക്കണം ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ. അതായത് നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, അതായത് 10/20 ആദ്യത്തെ മുകളിലെ ത്രികോണത്തിന്റെ ഏരിയ ബൈ താഴത്തെ ത്രികോണത്തിന്റെ ഏരിയ എടുത്താൽ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ത്രികോണത്തിന്റെ ഏരിയ ബൈ ഇവിടുത്തെ ത്രികോണത്തിന്റെ ഏരിയ. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഈ ഒരു മഞ്ഞ ത്രികോണത്തിന്റെ ഏരിയ ബൈ പച്ച ത്രികോണത്തിന്റെ ഏരിയ തന്നെയായിരിക്കും നീല ത്രികോണത്തിന്റെ ഏരിയ ബൈ ചുവന്ന ത്രികോണത്തിന്റെ ഏരിയ. അത്രയേ ഉള്ളൂ, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇനി ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഇത്രയും കാര്യമെങ്കിലും അവിടെ ചെയ്തു വെക്കണം. അതായത് 10 × 10, അതായത് ഇവരുടെ 2 പേരുടെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഈ 20 ഇൻറ്റു നമുക്ക് അറിയാത്ത ആൾക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ് കൊടുക്കാം, ഇവിടെ ഒരു എക്സ് കൊടുക്കാം. ഈ അറിയാത്ത ആളിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് 10, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇത് 10 ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ മഞ്ഞ ഇൻറ്റു റെഡ് അല്ലെ, മഞ്ഞ ഇൻറ്റു ചുമപ്പ് ഇസ് ഈക്വൽ ടു നമുക്ക് നീല ഇൻറ്റു പച്ച എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 10 × 10 സമം 20 ഇൻറ്റു എക്സ് എന്ന് എഴുതുക. ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് എക്സ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 10 × 10 ഡിവൈഡഡ് ബൈ 20. കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10/2. 5 സെന്റിമീറ്റർ ആണ് എന്തെന്ന് കിട്ടും? ഇവിടെയുള്ള എക്സ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിട്ട് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലംബകത്തിന്റെ മൊത്തം
മൊത്തം പരപ്പളവാണ്. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത്, ആകെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവരെല്ലാവരെയും കൂടെ ആഡ് ചെയ്തത്, അതായത് 5 + 10 + 10 + 20 എത്രയാണ് നമുക്ക് കിട്ടുക? 45 cm² ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ആ തന്നിരിക്കുന്ന ലംബകത്തിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇതുപോലെ എ ബിയും സി ഡിയും സമാന്തരമായി കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ ത്രികോണത്തിന്റെയും ഓറഞ്ച് ത്രികോണത്തിന്റെയും എന്താണ് ഏരിയ തുല്യമായിരിക്കും എന്നൊന്ന് ഓർത്തു വെക്കുക. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലുള്ളൊരു ചോദ്യമാണ്. ഒന്ന് നോക്കാം നമുക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിത്രത്തിൽ ഒരു ലംബകത്തിന്റെ വികരണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നു. നീല ത്രികോണത്തിന്റെ പരപ്പളവ് 4 ചതുരശ്ര സെന്റിമീറ്ററും പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് 9 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എത്രയാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതാണ്, ഇവിടെ നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ എ ബിയും സി ഡിയും സമാന്തര വരകളാണ് അല്ലെ. സമാന്തര വരകളാണെങ്കിൽ ഈ മഞ്ഞ ത്രികോണത്തിനും ഈ ഓറഞ്ച് ത്രികോണത്തിനും പരപ്പളവ് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. പക്ഷെ അത് രണ്ടും തന്നെ നമുക്ക് എന്താ തന്നിട്ടില്ല അല്ലെ. തന്നിട്ടില്ലാത്ത ആളെ നമുക്ക് എന്തെടുത്താൽ മതി? ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ് എന്ന് കൊടുത്താൽ മതി. ഇനി അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ x² നമുക്ക് എന്തെഴുതാം? 4 × 9 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? x² = 4 × 9 എന്ന് എഴുതാം. ഇവിടുന്ന് നമുക്ക് x² ഇവിടെ 36 എന്ന് കിട്ടും അല്ലേ. 4 × 9 36. അപ്പോൾ എക്സ് എന്തായിരിക്കും? √36 ആണ്. അതായത് 6 സെന്റിമീറ്റർ ആണ് ഇവിടെ രണ്ടിടത്തും കിട്ടുന്നത്. ഇവിടെയും 6 സെന്റിമീറ്റർ, ഇവിടെയും 6 സെന്റിമീറ്റർ. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും വരിക? ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് പരപ്പളവ് സമം 4 + 6 + 9 + 6 എത്രയാണ് വരുന്നത്? 4 + 6 + 9 + 6 ചെയ്യുമ്പോൾ 25 cm² ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആരും വിട്ടുകളയരുത്. അപ്പോൾ അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ചിത്രത്തിൽ എ ബി സി ഡി ഒരു സാമാന്തരികമാണ്, പാരലലോഗ്രാം. എ 1 2 ബി 5 1 ഡി 3 3 എന്നീ സൂചക സംഖ്യകളാണ് സാമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ്? നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ സാമാന്തരികം ഒരു കോർഡിനേറ്റ് പോയിന്റ്, ഒരു സൂചക സംഖ്യ ഇല്ലാത്തത് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഇല്ലാത്ത ആളെ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം അറിയണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളിവിടെ ഒരു ഡയഗണലിൽ വരച്ചു കഴിഞ്ഞാൽ രണ്ടറ്റത്തും ആൾക്കാരുള്ളത് ആരുടെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഡിയുടെയും ബിയുടെയും അല്ലെ, നമ്മൾ അവിടെ ഒരു ഡയഗണൽ, ഒരു വികരണം വരയ്ക്കുവാണെങ്കിൽ ഡിയുടെ പോയിന്റ് 3 3 എന്നും ബിയുടെ കോർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ 5 1 ആണെന്നും അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഈ സിയുടെ കണ്ടെത്താനായിട്ട് നമുക്കൊരു എളുപ്പ വഴി എന്താണ്? ഈ ഡിയുടെയും ബിയുടെയും ആദ്യത്തെ സംഖ്യകൾ എടുക്കുക, അതായത് 3 5 അവരെ തമ്മിൽ കൂട്ടുക, 3നെയും 5നെയും കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കേട്ടോ, ഇവിടെ നമ്മൾ എയും സിയും ഡയഗണലിൽ വെച്ച് എയുടെ ഒറ്റയ്ക്കാണ്, അവിടെ മാത്രമേ എന്താണ് സംഖ്യകൾ തന്നിട്ടുള്ളൂ. ആ എയുടെ 1ാമത്തെ ആളെ അവിടെ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സിയുടെ 1ാമത്തെ എക്സ് കോർഡിനേറ്റിനെ നമുക്ക് കിട്ടും. ഇനി സിയുടെ വൈ എന്താണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കുക, ഈ ഡിയുടെയും ബിയുടെയും 2ാമത്തെ ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്യുക. 3 + 1 എന്താ വരുന്നത്? 4 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ എയുടെ 2ാമത്തെ ആളെ അവിടെ നിന്ന് മൈനസ് ചെയ്യുക. അപ്പം എന്താണോ കിട്ടുന്നത് അതായിരിക്കും സിയുടെ എന്ത് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത്. അത് ഏതായിരിക്കും നോക്കൂ, 3ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 8ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. അതുപോലെ 3 ഇവിടെ നമുക്ക് +1 -1 കട്ട് ചെയ്താൽ 6 3 ആയിരിക്കും സിയുടെ സൂചക സംഖ്യകൾ. അപ്പോൾ ഇതുപോലത്തെ തന്നെ ചോദ്യം വരാറുണ്ട്. എയും ബിയും ഡിയും തന്നിട്ട് അതിൻ്റെ 4ാമത്തെ സൂചക സംഖ്യ ഏതാണ് എന്നുള്ളതും ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ രീതിക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പരപ്പളവാണ്, ഈ ഒരു സാമാന്തരികത്തിൻ്റെ പരപ്പളവാണ്. പരപ്പളവ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. പരപ്പളവ് സമം എയും, അതായത് ഇങ്ങനെയുള്ളത് നീളം, എക്സ് ആക്സിസിലുമായിട്ട് വരുന്നത് എന്താണ്? ഇതാണ്.
താഴേക്കുള്ളത്, അതായത് എക്സ് മാറുന്നത് അങ്ങനെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും A 2 1 B 5 1. അതിൽ ആ Y 1 തന്നെയാണ്, അവിടെ മാറുന്നില്ല, കണ്ടില്ലേ? മാറുന്നത് ആരൊക്കെയാണ്? എക്സ് ആക്സിസിലുള്ള ആൾക്കാരാണ്, അതായത് 2ഉം 5ഉം. അപ്പോൾ പരപ്പളവ് കാണാനായിട്ട് ഇത്രയേ ചെയ്യാനുള്ളൂ. നിങ്ങൾ ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് നോക്കുക, 2ൽ നിന്നും 5 വരെയുള്ള അകലം എടുത്താൽ മതി. അതായത് 5 മൈനസ് 2 ചെയ്യുക, ഇവിടെ ബ്രാക്കറ്റ് വേണ്ട, 5 മൈനസ് 2 ചെയ്യുക ഇൻറ്റു. ഇനി അതേപോലെ തന്നെ വൈയിലേക്ക് നോക്കാം, മുകളിലേക്ക് നോക്കാം. മുകളിലെന്ന് പറയുമ്പോൾ വൈ എടുക്കണം, അതായത് ഇവിടുത്തെ 3ഉം ഈ 1ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. മനസ്സിലായല്ലോ? ആദ്യം എയും ബിയും നോക്കുക. എയും ബിയിലെ ആദ്യത്തെ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം, എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 5 മൈനസ് 2 എന്താണ്? 3 ഇനി അടുത്തത് ഇൻറ്റു ചെയ്യേണ്ടത് വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, അതെന്താണ്? 3ഉം 1ഉം അല്ലേ? 3 മൈനസ് 1 അല്ലേ? ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരപ്പളവ് കിട്ടും. 3 ഇൻറ്റു 2 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 6 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ഇതിൻ്റെ പരപ്പളവായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗത്ത് നിന്നും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നമുക്ക് വേറെ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.